അങ്ങനെ നമ്മൾ സ്വർഗപുരത്ത് ലാൻഡ് ചെയ്തിരിക്കുന്നു. നല്ല പച്ചപ്പ്, ഇടിവെട്ട് കാലാവസ്ഥ. പക്ഷെ വിദേശി കിട്ടാൻ പാടായിരിക്കും. സാരമില്ല, സ്വദേശിയും വെടിയിറച്ചും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തോളാം. അപ്പൊ നീ ഇതിനാണ് ഇവിടെ വന്നത്? പട്ടാപ്പകല് പന്തം കൊടുത്തു പ്രകടനം. നമ്മളിവിടെ വന്നിറങ്ങിയ വിവരം അമൃതയുടെ വീട്ടുകാർ അറിഞ്ഞെന്നാ തോന്നുന്നത്. നീ എന്താ അങ്ങനെ പറയുന്നത്? ഞാൻ അങ്ങോട്ട് നോക്കി. ഇനിയിപ്പോ കൂടുതലൊന്നും ആലോചിക്കണ്ട, നമുക്ക് ആഞ്ഞു വിടാവാ. ചേട്ടാ, എന്താ പ്രശ്നം? അതാ വീട്ടിലെ ചെറുക്കൻ ആ ഗോവിന്ദ നായ്ക്കർ ജോലി കൊടുത്തിരുന്നു. ചെറുക്കൻ കയറി നായ്ക്കരുടെ മോളെ അങ്ങ് പ്രേമിച്ചു. നായ്ക്കര് പരാതി പറഞ്ഞത് നമ്മുടെ ദേവേന്ദ്ര പട്ടേലരോട്. പട്ടേലര് ചെറുക്കന്റെ ബന്ധുക്കളുടെ വീടാൻ കത്തിക്കാൻ പറഞ്ഞു. വേറെ ഒരു കുഴപ്പമില്ല. ഞാനും ചെന്നൊരു കഴുക്കോല്ലെങ്കിലും ദിവ്യക്കെട്ട്. പട്ടേലര് പറഞ്ഞത് ചെയ്തില്ലെങ്കിൽ മോശമായി. ഇത് സ്വർഗപുരല്ല, നരകപുരം. നമുക്ക് തിരിച്ചു പോകാം. തിരിച്ചു പോകാനല്ലല്ലോ നമ്മളിവിടെ വന്നത്. എടാ, നിനക്ക് ഈ ദേവേന്ദ്ര പട്ടേലർ ആരാണെന്ന് മനസ്സിലായോ? ഇല്ല. നമ്മുടെ അച്ഛൻ. എങ്കിൽ തിരിച്ചു പോകേണ്ടി വരൂല. പട്ടേലരുടെ വീട്ടിൽ എന്തിനാ പട്ടി? നിങ്ങൾ വാ. ആരാ ഇവര്? അയ്യായെ കാണാൻ. എന്താ ഗോവിന്ദ, എന്താ കാര്യം? ഞങ്ങള് ഡൽഹിന്ന് വരിക. അവിടെ ഒരു ചാനലിൽ വർക്ക് ചെയ്യാ. ഇവിടെ 6-7 കിലോമീറ്റർ അപ്പുറത്ത് ഫോറസ്റ്റ് ഏരിയയിൽ കഴിയുന്ന ട്രൈബൽസിനെ കുറിച്ചൊരു ഡോക്യുമെന്ററി എടുക്കാനാ ഞങ്ങൾ വന്നത്. ഇത് മാത്തൻ, ക്യാമറാമാനാ. ഞാൻ ശ്രീനാഥ്, ഡയറക്ടർ. ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് താമസിക്കാൻ ഒരു ലോഡ്ജ് പോലും ഇല്ലെന്ന്. നമ്മുടെ തെക്കുപുറത്ത് വീട് വാടകയ്ക്ക് ചോദിച്ചു വന്ന കുട്ടികളാ. വീട് സാറിന്റെ ആണെന്ന് അറിഞ്ഞു. കുറച്ച് ദിവസത്തേക്ക് അത് വാടകയ്ക്ക് കിട്ടിയിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. ഞങ്ങൾ വന്ന കാര്യം നടക്കുന്നവരെ മതി. ഡോക്യുമെന്ററി ഞാൻ വീട് വാടകയ്ക്ക് കൊടുക്കാറില്ല. വേണ്ട, വാടകയ്ക്ക് കൊടുക്കണ്ട. സാറ് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നാ മതി. എന്താ ഇവൻ പറയുന്ന കാര്യമാക്കണ്ട. വാടക എത്ര വേണേലും തരാം. ഡോക്യുമെന്ററി എടുക്കാതെ ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. അതുകൊണ്ടാ. ഗോവിന്ദ, ഞാൻ ഒരു കാര്യം ഒരു തവണയെ പറയാറുള്ളൂ, അവരോടൊന്ന് പറഞ്ഞേക്ക്. മനസ്സിലായില്ലേ? വേഗം സ്ഥലം വിടുകയെന്ന്. ചെല്ലിയല്ലേ? സ്ഥലം വിടുകയെന്ന് പറഞ്ഞിട്ട് അയാൾ തന്നെയുള്ള പോണത്. ഇനി നിന്നിട്ട് കാര്യമില്ല. വാ വാ പോകാം. ഡോക്യുമെന്ററി എന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അപ്പൊ താൻ ആ വീട്ടിലെ കാര്യസ്ഥനാണ്. വീട് വാടക തരാൻ കാശ് എണ്ണി വാങ്ങിച്ചിട്ട് അയ്യോടാ, നിങ്ങളെ കണ്ടപ്പോ തന്നെ അങ്ങേർക്ക് ഇഷ്ടപ്പെടാൻ പോയത് എന്റെ കുഴപ്പമാണ്. കണാ ഗുണാ പറയാതെ കാശിങ് എടുത്തേ. നീ വലിയ അയ്യോ ഗോവിന്ദേട്ടാ, ഇവനെങ്ങനെ പലതും പറയും. ഗോവിന്ദേട്ടൻ കാശൊന്നും തരണ്ട. ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ആ വീടൊന്ന് ശരിയാക്കി തന്നാ മതി. നീ അവനെ പോലല്ല, നിനക്ക് വിവരമുണ്ട്. ഞാനും നോക്കട്ടെ, നിങ്ങൾ വാ. വിശന്നിട്ട് വയറ്റിലെ കൊടലുകളിൽ രാമായണം വായിക്കണം. എന്നാൽ ഇങ്ങനെ ഒരു നാട്. കേറിക്കിടക്കാൻ ലോഡ്ജില്ല, ഭക്ഷണം കഴിക്കാൻ ഹോട്ടലില്ല. നീ ഇതൊന്നും കേൾക്കണില്ലേ? ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. ഇങ്ങനെ പോയാൽ അധികം താമസിയാതെ വല്ല പശുത്തൊഴുത്തിൽ നുഴഞ്ഞു കയറും. പശുത്തൊഴുത്ത് നുഴഞ്ഞു കയറാൻ നീ എന്താ കാളയാ? എടാ, അവിടെ വല്ല പിള്ളാക്കെങ്കിലും കിട്ടും. അത്രക്ക് വിശക്കണ്ട. ഞാൻ ആലോചിച്ചിട്ട് ഇനി ഒരേ ഒരു വഴിയേ ഉള്ളൂ. അതെന്താ? ഓഹോ, ഇപ്പൊ തന്നെ അമൃതയെ അടിച്ചു മാറ്റി നമ്മളെ സ്ഥലം വിടാൻ പോവുകയാണല്ലേ? എടാ പോട്ടാ,
എങ്ങനെയെങ്കിലും അമൃതയൊന്ന് കണ്ടിരുന്നെങ്കിൽ അല്പം ഭക്ഷണമെങ്കിലും കഴിക്കാൻ കിട്ടുമെന്ന് നോക്കായിരുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ടാ ഞാൻ വിശന്ന വയറും വെച്ച് മതിലേക്ക്. ഇതൊരു ശീലമാക്കണ്ട. എന്താ ആ ശബ്ദം? വല്ല കള്ളന്മാരെ മറ്റോ ആണോ? നീ ചെന്നാ പട്ടി തുറന്നുവിടെ. ഇതിലേതായിരിക്കും അമൃതയുടെ മുറി? വിളിച്ചു ചോദിച്ചാലോ? നല്ല ബുദ്ധി. ഇതാണ് നമ്മൾ കള്ളന്മാരെ കാര്യത്തിൽ യാതൊരു ഭാവിയില്ല. ഒരു പാത്രം എടുത്തിറങ്ങി പശുവിനെങ്കിലും കറന്നുകൊണ്ട് പോവാമായിരുന്നൂടാ. പശു കേട്ടു വിട്ടോടാ. ഈ രാത്രിയിൽ നിങ്ങൾ എന്തിനാ ഈ പറമ്പിൽ കടന്നത്? വിശന്നിട്ടാ. വിശന്നിട്ടോ? ഈ നാട്ടിലൊരു ഹോട്ടൽ പോലും ഇല്ലാന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. വിശന്ന് വയറിന്റെ ഇടപാട് തീർന്നു. അപ്പൊ വെല്ലം കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയാ ഇങ്ങോട്ട് കയറിയത്. അതിന് മതിൽ ചാടണോ? ഗേറ്റ് ചാടണ്ടെന്ന് കരുതിയാ മതിലേ അടിയത്. ആ. ഏതായാലും ഈ നാട്ടിൽ വന്നിട്ട് ആരും പട്ടിണി കിടന്ന് മരിക്കണ്ട. ഭാനു, ഇവർക്ക് കഴിക്കാൻ എന്താ ഉള്ളതെന്ന് വെച്ചാ കൊടുത്തേക്ക്. ഇവിടെയല്ല, പുറയില്. ഞാൻ പറഞ്ഞില്ലേ പറയില്ലാണ്. നിങ്ങളൊക്കെ കഴിച്ചോ ആവോ? കഴിച്ചു. നിങ്ങൾ ഇട്ടരി, അത് കിട്ടരി. പായസം. അയ്യോ ഇല്ല. മതിലയാടിയപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ പായസം ഉണ്ടാവില്ലെന്ന്. ഇപ്പൊ പപ്പടം കഴിക്കേ, പായസം പിന്നെ കഴിക്കാം. കഴിക്കേ. ഒത്തിടിയെന്ന്. ആ, അതെന്താ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ ചെയ്യാം. നാളെ വിളിക്കൂ. ശരി. അച്ഛാ, ഈ മുറ്റത്ത് വന്ന് സഹായം ചോദിക്കുന്നവരെ അച്ഛൻ വെറും കൈയോടെ മടക്കി അയക്കാറില്ലല്ലോ. മാത്രമല്ല, അന്യനാട്ടീന്ന്, അത് വളരെ ദൂരേന്ന് വന്നവരല്ലേ. അവർക്ക് താമസ സൗകര്യം കൊടുത്തൂടെ? അച്ഛൻ സഹായിച്ചില്ലെങ്കിൽ ഇവിടെ ആരാ അവരെ സഹായിക്കാൻ? ആ തേങ്ങാപ്പുരം നിങ്ങൾ താമസത്തിന് എടുത്തോളൂ. താക്കോൽ ഗോവിന്ദന്റെ കയ്യിലുണ്ട്. വാടകയൊന്നും വേണ്ട. ശരി. പിന്നെ സിറ്റിയിലെ ചെറുപ്പക്കാരുടെ തോന്നിയാസം വല്ലതും ഇവിടെ എടുത്താൽ അത് ഞങ്ങൾ ഇവിടെ എടുക്കൂല. ചെല്ല്. അത് പിന്നെ നമ്മൾ എവിടെ എടുക്കും? ഞങ്ങളൊന്ന് കോയിക്കിലേക്ക് പോയിട്ട് വരാം. നീ വണ്ടി എടുക്ക. ശരി. അയ്യാ, എന്താടാ? നമ്മുടെ ആതിരക്കുഞ്ഞ് പ്രസവിച്ചു. എന്ത് കുഞ്ഞാ? വസ്തുവിന്റെ കാര്യത്തിൽ ഇന്ന് തന്നെ ഒരു തീർപ്പുണ്ടാക്കണം. നീ ആ കളപ്പുരക്കിലെ ശശിയോട് വൈകിട്ട് തന്നെ എന്നെ വന്നൊന്ന് കാണാൻ പറ. അയ്യാ, അത് ഓടാ. നിന്റെ ചേച്ചി ചെയ്ത തെറ്റ് അച്ഛൻ ഒരിക്കലും പൊറുക്കാൻ കഴിയില്ലെന്ന് നിനക്കറിയാമല്ലോ. പക്ഷെ അതൊന്നും ഓർത്ത് എൻ്റെ മോള് വിഷമിക്കണ്ട. നിനക്ക് ചേച്ചിയും കുഞ്ഞിനെയും കാണണമെന്നുണ്ടോ? പോയി കണ്ടോളൂ. പക്ഷേ ആരും അറിയരുത്. വേണ്ടച്ചാ, അച്ഛന് ഇഷ്ടമില്ലാത്തൊന്നും ഞാൻ ചെയ്യില്ല. അല്ല, ഇത് ആര്? ശ്രീനാഥ് ഇവിടെ വരുമെന്ന് ഞാൻ
ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടാണെങ്കിലും പിടിക്കപ്പെട്ടാൽ ആകെ കുഴപ്പമാണെന്ന് അറിയാമെങ്കിലും ഈ വരവ് അതെനിക്കിഷ്ടമായി ഒരുപാട്. അതുകൊണ്ട് കൂടിയ ചില കാര്യങ്ങൾ ഞാൻ തുറന്നു പറയണേ. എനിക്കൊരു ചേച്ചിയുണ്ട്, ആതിര. കുട്ടിക്കാലത്ത് അച്ഛൻ എന്നേക്കാൾ ഇഷ്ടം ചേച്ചിയോടാണെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരുപക്ഷെ ആദ്യം അച്ഛനെ വിളിച്ച മോളെന്ന പരിഗണന കൊണ്ടാവാം ചേച്ചിക്കും ഏറ്റവും അറ്റാച്ച്മെന്റ് അച്ഛനോടായിരുന്നു എന്ന് തോന്നുന്നു. ഈ നാട് മുഴുവൻ വിളിച്ച് ചേച്ചിയുടെ കല്യാണം നടത്തുകയായിരുന്നു അച്ഛൻ്റെ സ്വപ്നം. അതിന് മനസ്സുകൊണ്ട് അച്ഛൻ ഒരുങ്ങുമ്പോഴാണ് ചേച്ചിയെ കാണാതായത്. ദിവസങ്ങളോളം അച്ഛൻ ഉണ്ടില്ല, ഉറങ്ങിയില്ല. ഒടുവിൽ ഞങ്ങൾ അറിഞ്ഞു, ഞങ്ങളുടെ ഫാക്ടറിയിലെ ഒരു ജോലിക്കാരൻ്റെ കൂടെ ആതിര ചേച്ചി ഒളിച്ചോടിയതാ അടുത്ത ഗ്രാമത്തിലേക്ക്. അന്ന് മുതൽ അച്ഛൻ കാത്തുകാത്തിരിക്കുകയായിരുന്നു എന്ന് ഞങ്ങൾക്കെല്ലാം അറിയാം. മറ്റൊന്നിനുമല്ല, എൻ്റെ കല്യാണം നടത്താൻ. അച്ഛൻ ഇഷ്ടമുള്ള വരൻ, അച്ഛൻ ആഗ്രഹിക്കും പോലെ ആർഭാടം, അതൊക്കെയാവും എൻ്റെ കല്യാണം. എൻ്റെ കല്യാണം അച്ഛന് വെറും ഒരു കല്യാണമല്ല, ചേച്ചിയോടുള്ള പ്രതികാരമാണ്. ചിലപ്പോൾ തോന്നും അച്ഛനിപ്പോൾ ജീവിക്കുന്നത് തന്നെ ഇങ്ങനൊരു പ്രതികാരം ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അപ്പം ഞാനും എനിക്കിഷ്ടമുള്ള ഒരാളുടെ കൂടെ ഇറങ്ങിപ്പോയാൽ അച്ഛൻ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ അച്ഛൻ ശ്രീനാഥിനെ ബാക്കി വെച്ചേക്കില്ല. അല്ലെങ്കിൽ അച്ഛൻ്റെ എടുത്തുചാട്ടവും മുൻകോപവും ഒക്കെ അടങ്ങി ആകെ തകർന്നെന്നും വരാം. ആ തകർച്ചയിൽ നിന്ന് പിന്നീട് ഒരിക്കലും അച്ഛൻ കരകയറണമെന്നുമില്ല. ദുരന്തം സംഭവിക്കുന്നത് അത് അച്ഛനായാലും ശ്രീനാഥനായാലും കാണാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് തിരിച്ചു പോകരുതെന്ന് ആഗ്രഹിച്ചിട്ട് പറയാ, തിരിച്ചു പോണം. അമൃത, അല്ലാതെ ഞാൻ എന്താ പറയാ ശ്രീനാഥ്? അമൃത, എനിക്കിപ്പോൾ നിന്റെ അച്ഛനോട് തോന്നുന്നത് ബഹുമാന. തൻ്റെ സ്നേഹം തട്ടിത്തെറിപ്പിച്ച മൂത്ത മകളോടുള്ള ദേഷ്യം തീർക്കാൻ അദ്ദേഹം നിന്നെ കൂടുതൽ സ്നേഹിക്കുക. അങ്ങനെ ഒരാൾക്ക് മറ്റൊരാളുടെ സ്നേഹം മനസ്സിലാവും, അത് സത്യമാണെങ്കിൽ. നിന്റെ അച്ഛൻ്റെ മുന്നിൽ ഞാൻ തെളിയിക്കും എൻ്റെ സ്നേഹവും സത്യമാണെന്ന്. അതിനാദ്യം നിന്റെ അച്ഛനെ ഇംപ്രസ് ചെയ്യണം, പിന്നെ പതുക്കെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കണം. അങ്ങനെ വന്നാൽ അച്ഛൻ തന്നെ നിന്നെ എൻ്റെ കൈകളിൽ ഏൽപ്പിക്കും. എന്തായാലും അതിനുള്ള ശ്രമങ്ങൾ ഞാൻ തുടങ്ങുകയും. ഭാഗ്യം നായിന്റെ നമ്മള് കൂട്ടില്ല. കമ്പനി നീ എന്താ അവളോട് ചോദിച്ചത് മീശയുണ്ടോന്നോ? ഇന്ന് ഈവനിങ് ഷൂട്ടിംഗ് ഉള്ളൂ, അപ്പൊ വെറുതെ ഇരുന്ന് ബോറടിച്ചപ്പോ ഇറങ്ങിയതാ. അതിനെന്താ, വരൂ, കേറി വരൂ. അപ്പൊ എടാ മാത്ത, ഞാൻ അപ്പോഴേ പറഞ്ഞില്ല കുഴപ്പമെന്ന്. അത്ര കുഴപ്പമാണോ? പിന്നെ കുഴപ്പമെന്ന് വെച്ചാ ഭയങ്കര കുഴപ്പം, പക്ഷെ പരിഹരിക്കാം. അല്ല,
എന്ത് കുഴപ്പമാണെന്ന് നിങ്ങൾ പറയുന്നത്? അതായത് ആന്റി, ഈ ശ്രീനാഥ് ഡോക്യുമെന്ററി ഫിലിംസ് മാത്രമല്ല വലിയ വലിയ കമ്പനികളുടെ ആഡ് ഫിലിംസ് ഒക്കെ ഡയറക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവനൊരു വീട്ടിൽ കയറിയാൽ അപ്പൊ അറിയാം അവിടുത്തെ ഇന്റീരിയർ ഡിസൈൻ ശരിയാണോ അല്ലയോ എന്ന്. ഹോ, എന്നാലും ഈ വീടിന്റെ ഇന്റീരിയർ ഡിസൈൻ ശരിയല്ലെന്ന് ഇത്ര പെട്ടെന്ന് നീ കണ്ടുപിടിച്ചല്ലോ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതായത് അതായത് ആന്റി, ഈ വീട്ടിലെ ചില സാധനങ്ങൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് മാറ്റി വെച്ചാ വീടിന്റെ ഭംഗി ഭയങ്കരമായിട്ട് കൂടും. അതെ, ഈ പാഞ്ഞ് ഇങ്ങോട്ട് മാറിയുന്നേ, നിന്നേ നീ അങ്ങോട്ട് മാറിയുന്നേ, ഇപ്പൊ തന്നെ ഭംഗി കൂടിയില്ലേ? വേണമെങ്കിൽ ഞാനത് ചെയ്തു തരാം. വേണമെങ്കിലല്ല, ചെയ്തു കൊടുത്തേ പറ്റൂ. ഓക്കെ ഓക്കെ ഓക്കെ. അയ്യോ, ഇതൊക്കെ അമ്മുന്റെ അച്ഛനോട് ചോദിക്കാതെ. അയ്യോ ആന്റി, ഇത് അദ്ദേഹത്തിന് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ. എന്നാലും എന്നാലും ഒന്നുമില്ല. ആന്റി അടുക്കള ചെന്ന് ഒരു ചായ ഇട്ട് വരുമ്പോഴേക്കും, രണ്ട് ടീ ഇട്ട് വരുമ്പോഴേക്കും ഞങ്ങൾ ഇവിടുന്ന് ഷേപ്പ് തന്നെ മാറ്റി തരും. മധുരം കുറക്കണ്ട, നീ ഓവറാക്കണ്ട. ഞാനല്ലല്ലോ ഓവറായത്. ഈ ഷേപ്പ് മാറ്റി തരണേ ഈശ്വര. അയ്യോ, എന്താ എന്താ ഇവിടെ? ഞാൻ അല്ല, ഞങ്ങൾ ഈ വീടിന്റെ ഇന്റീരിയർ ഡിസൈൻ ഒന്ന് പരിഷ്കരിക്കാന്ന് കരുതി. ആരോട് ചോദിച്ചിട്ട്? ഇവിടുത്തെ അമ്മയോട് ചോദിച്ചിട്ട്. എടാ ശ്രീ, നീ പറഞ്ഞ സാധനം ഞാൻ നിന്നോട് ആര് പറഞ്ഞു ഈ പാത്രം എടുക്കാൻ? ഞാൻ പറഞ്ഞിട്ടാ. അല്ല, അതിൽ കാര്യമുണ്ട്. നീ പിടിച്ച സാർ ഇബിനു ബത്തൂത്താന്ന് കേട്ടിട്ടുണ്ടോ? ഈ ബത്തൂത്തയുടെ ഇന്ത്യ സന്ദർശന കാലത്താണ് ഇത്തരം പാത്രങ്ങൾ ആദ്യമായി ഇന്ത്യയിൽ എത്തിയത്. അതിങ്ങനെ ഒരു മുറിയിൽ ഒളിപ്പിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. എടാ മാതാ, നീ അത് ഇവിടെ വെച്ചേ. ദേ, ഇതുപോലത്തെ ചട്ടിയും കലം വേറെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ മുറിയിൽ അടുക്കി 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 വെക്കാം. നല്ല ഇടിവെട്ടായിരിക്കും. ചട്ടിയും കലവോ? ഗംഗയിൽ ഒഴുക്കാൻ ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന എന്റെ അച്ഛന്റെ ചിതാഭസ്മാണത്. അത് നീ തൊട്ട് അശുദ്ധമാക്കിയില്ലേ? ആ ചിതാഭസ്മ പാത്രം എടുത്തു മാറ്റാൻ നിനക്ക് തോന്നിയത് ഏത് നേരത്താണോ? അപ്പൊ നേരെ ഒരു 10-10 കാണും. നമ്മൾ ആ പാത്രം താഴെയിട്ടത് അമൃതയ്ക്ക് തീരെ പിടിച്ചിട്ടില്ലാന്ന് തോന്നുന്നു. അവർക്ക് ആ ഭസ്മം പൊട്ടാത്ത പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെച്ചൂടെ? ഫ്രിഡ്ജാ? ബാങ്കിലെ ലോക്കർ വെക്കണം. ഓ, അതിനൊക്കെ ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്. ഫോം ഫില്ലപ്പ് ചെയ്ത് കൊടുക്കണം, പിന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം. ഒറ്റ ഏതായാലും പറ്റിയത് പറ്റി. ഇനി അമൃതയോട് ചെന്നൊരു സോറി പറയാം. ചിലപ്പോ ഇതൊരു വലിയ പിണക്കത്തിന്റെ തുടക്കമായാലും. എടാ പട്ടി, ഇത് അനാവശ്യം പറഞ്ഞോണ്ടല്ലോ. അല്ല, അവിടെ ഒരു പട്ടിയുള്ള കാര്യം പറഞ്ഞതാ. ആ പട്ടിയുടെ വീട്ടുകാരുടെ ഒക്കെ കണ്ണു വെട്ടിച്ചാ പറ്റൂ. എനിക്ക് അമൃതയോട് സോറി പറയേണ്ടത് അത്രയ്ക്ക് അത്യാവശ്യം. ഈശ്വര, പട്ടിയുടെ കടി കൊണ്ട് പേ പിടിച്ചേ മരിക്കൂ. അതെ, അന്തം വിട്ട് ഓടുന്ന കണ്ടല്ലോ, പിന്നെ എന്തിനാ നിന്ന് കളഞ്ഞത്? അതെ, ആ പട്ടേലരും പട്ടിയും പുറത്തുണ്ടോ നോക്കണ്ടേ? പട്ടേലരുടെ കാര്യം എനിക്കറിയില്ല. പട്ടി ഉണ്ടെങ്കിൽ തന്നെ കൂട്ടിലായിരിക്കും. കേറിക്കോ. കൂട്ടിലാണെങ്കിൽ തന്നെയും ഒന്ന് ശ്രദ്ധിക്കുന്നതല്ല, കാരണം പട്ടിയാണേ. അതെ അതെ, ഇവിടെ എങ്ങും ഇല്ലെന്നാ തോന്നുന്നു. പട്ടി എന്ത് ചെയ്യും? തല്ലി ഞാൻ പറഞ്ഞേക്ക് കൊല്ലും. പട്ടി പട്ടി അലസന്നില്ലാത്ത പട്ടിയാണത്. പോകാൻ പറഞ്ഞില്ലേ? അയ്യോ, ഓടി വന്നേ, എന്റെ പട്ടി വന്നേ.
കീറി. ഞാനിവിടെ ഇരിക്കുന്ന കാര്യാക്കണ്ട. ചേച്ചി കുളിച്ചോ കുളിച്ചോ. അയ്യോ ഓടി വരണേ, ഒരുത്തനെന്നെ ഒളിഞ്ഞു നോക്കുന്നേ. നോക്കണോ? അയ്യോ ആരെങ്കിലും ഒന്ന് ഓടി വരണേ. എന്തിനാ മരത്തിന്റെ മേളിൽ കയറി? പട്ടി ഓടിച്ചിട്ട് ഇപ്പൊ കേറിയതാ. അയ്യോ അയ്യോ. അയ്യോ അയ്യോ മാതാ, ഇതെന്തു പറ്റി? നീ ആളാകെ അവശനായിരിക്കുന്നു. വല്ലയിടത്തും വീണ അതോ? ദുഷ്ട, ആ പണ്ടാര കലന്മാർ എന്നെ തല്ലിക്കൊല്ലണ കണ്ടപ്പോ നീ അവിടെ നോടി രക്ഷപ്പെട്ടു അല്ലേ? അതിപ്പോ നിന്നോട് ആരെങ്കിലും പറഞ്ഞു അതിനിടെ ആ സ്ത്രീ ഒളിച്ചു നോക്കാൻ? നിനക്ക് ഇത്ര സ്വഭാവം മുമ്പില്ലായിരുന്നല്ലോ. വന്ന് നീ ആകെ വഷളായി മാറിക്കൊണ്ടിരിക്കുക. മോശം, വളരെ മോശം. ദേ എന്റെ വായിലിരിക്കുന്ന നീ കേൾക്കും, പറഞ്ഞേക്കാം. ഞാനിവിടെ വരും മുമ്പ് കരുതിയത് നമ്മുടെ മുന്നിൽ ഏറ്റവും വലിയ പ്രശ്നം ആ പട്ടരാണെന്നാണ്. പട്ടരല്ലടാ, പട്ടേലർ. ഏത് ടൈലറെങ്കിലും ആവട്ടെ, പക്ഷെ ഇപ്പൊ മനസ്സിലായി പ്രശ്നം അയാളല്ലെന്ന്. പിന്നെ ആരാ? ഈ പട്ടി അല്ലാതെ ആരാ? എനിക്കല്ലേ അതാ. അലുവ തിന്ന് ഇപ്പൊ മയങ്ങി വീണ് കണ്ട് ഇതിപ്പോ വീഴും. അവളും നീ ഇത് എങ്ങോട്ടാന്ന് വിചാരിച്ച ചവിട്ടണത്? മോനെ, തിരിച്ചു വന്ന പട്ടേലര് പത്രത്തിൽ പരസ്യം കൊടുത്താൽ പോലും തിരിച്ചു വരാത്ത അത്ര ദൂരത്ത് വേണം പട്ടിയെ കൊണ്ടേ കളയാൻ. ഇങ്ങനെ പോയാലേ നമ്മുടെ ഗതി എന്താവും ആശാനെ? ഇങ്ങനെ പോയാൽ നമ്മൾ വല്ല വാർക്കപ്പണിക്കും പോണ്ടി വരുമെന്നാ മോനെ തോന്നണത്. ദൈവം എന്തെങ്കിലും ഒരു വഴി തെളിക്കാതിരിക്കില്ല. തെളിച്ചാശാനെ തെളിച്ച് ആരോ സൈക്കിളിൽ വരുന്നുണ്ട്. നമ്മളറിയാതെ ആരടാ ഈ നേരത്ത് എന്താടാ ഈ നേരത്തെ ഇതിലെ? കണ്ടിട്ട് ഈ നാട്ടുകാരായിട്ട് തോന്നണില്ലല്ലോ. നാട് മാറി മോഷ്ടിക്കിറങ്ങിയതല്ലേ? അയ്യോ ചേട്ടന്മാരെ, ഞങ്ങള് കള്ളന്മാരൊന്നുമല്ല. പട്ടേലരുടെ വീട്ടിൽ പുതുതായി താമസിക്കാൻ വന്നവരാ. പട്ടേലരുടെ വീടോ? വളവിലെ വീടില്ലേ? മനസ്സിലായി, മനസ്സിലായി. തേങ്ങാപ്പുര. വിട്ടോ പിന്നൊരു കാര്യം, പോകുമ്പോ സൂക്ഷിച്ചു കണ്ടൊക്കെ പോയാ കൊള്ളാം. കള്ളന്മാര് മാത്രമല്ല, പോലീസുകാർ ഇറങ്ങുന്ന സമയ സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. തേങ്ങാപ്പുരയേ ശരണം. എന്ത് നല്ല മനുഷ്യരവരല്ലേ? നല്ലതായാലും ചീത്തയായാലും അവിടെ നാക്ക് കരുതാക്കാടാ. എവിടെയാടാ രാത്രിയിലൊരു കറക്കം? നിന്നെ ഒന്നും ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലടാ. ഞങ്ങൾ അല്പം വടക്കാ. വെടക്കല, വടക്ക് വടക്ക്. വടക്ക് എന്താടാ ചാക്കില്? ചാക്കില് അലുവ 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 ചാക്കി പൊതിഞ്ഞോണ്ടാ? അത് ഈച്ചയുടെ ശല്യം. രാത്രി എവിടെയാടാ ഈച്ച? ഈച്ചയില തുറയടാ. അല്ല അത് ചീത്ത അലുവ തണുപ്പ്. അല്ല അത് ശരിയാവില്ല സാറേ. ശരിയാവില്ല, അത് അല്ല അത് ഇങ്ങോട്ട് താടാ. എന്താണ് കളിയല്ലേ? കാണിച്ച് തരാടാ. നിന്റെ അലുവ തന്നല്ല, സാറേ, അലുവ തന്നല്ല, പറ്റിച്ചാൽ നിന്നെ എല്ലാം ഉണ്ടല്ലോ. എടാ, നിന്റെ കളി നമ്മളെടുത്താ. ഇത് തന്നെ നിർത്ത്. വാ, അവിടെ കിടാ. വാടേ, മണ്ടന്മാര് കൃത്യമായിട്ടും വീട് പറഞ്ഞു എന്ന്. എന്താ പിടിയാശാനെ? സ്വാമി തുറക്കാനും പറ്റണ്ടല്ലേ? എന്തായി? പിടിയാശാനെ പറ്റത്തില്ല. വെറുതെ ആശാന്മാർക്ക് നാണക്കേണ്ടാക്കാനായിട്ട് ഓരോ ടീമുകളെ കക്കാൻ ആശാനെ കൊണ്ട് പറ്റുന്നില്ലല്ലേ? ഒന്നും നടക്കില്ലടേ. നമുക്ക് നമ്മുടെ പഴയ പരിപാടി തന്നെ പറ്റുള്ളൂ. കുഞ്ഞേ ഓടേ ശരണം. ആ VCD പോയതില എനിക്ക് സങ്കടം. അതിൽ ഞാൻ അമൃതയെ ആദ്യം കണ്ട ഷോട്ട് ഉണ്ടായിരുന്നു. 10,000 രൂപയുടെ പ്ലെയർ പോയതിലല്ല, അവളുടെ ഒരു ഷോട്ട് പോയതിലാണ് സങ്കടം അല്ലേ? നിങ്ങളെ പട്ടേലർ വിളിക്കും.
വരണം വരണം. ആരാ ഇന്നലെ രാത്രി ഇവിടുത്തെ പട്ടിയെ പിടിച്ചോണ്ട് പോയത്? അത് ശരി, അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? ഈ കള്ളന്മാര് വന്ന് വന്ന് എന്തൊക്കെയാ മോഷ്ടിക്കുന്നേ? കഷ്ടം, പട്ടിക്ക് പോലും സ്വസ്ഥമായി കിടന്ന് ഉറങ്ങാൻ പറ്റില്ലെന്ന് വെച്ചാ. അത് ശരി, അപ്പൊ നിങ്ങൾക്ക് അതേക്കുറിച്ച് ഒന്നും അറിയില്ല. ഏയ്, ഞങ്ങൾ എങ്ങനെ അറിയാനാ? ഇന്നലെ രാത്രി ഞങ്ങൾ കൂർക്കം വലിച്ച് ഭയങ്കര ഉറക്കമായിരുന്നു. ഇന്ന് നേരം വെളുക്കുമ്പോ ഒരു പട്ടി ഭയങ്കര കൊരയിരുന്നു. ഞാൻ കേട്ടില്ല, നീ കേട്ടാ? കേട്ടെങ്കിൽ പറ, ഞാൻ അതാറ്റിയാണെങ്കിൽ ആ പട്ടി. എന്നാൽ ഇവരെ നിങ്ങൾക്ക് അറിയുമെന്ന് നോക്ക്. ഉത്തമ, മണികണ്ഠ, ഇവിടത്തെ പട്ടിയെ നിങ്ങൾ ഇന്നലെ രാത്രി ഒരു ചാക്കിൽ കെട്ടി സൈക്കിളിൽ കൊണ്ടുപോയി എന്ന് ഇവര് പറയും. സത്യ എവിടെ കയ്യിൽ നിന്ന് പട്ടിയെ രക്ഷിക്കാൻ ശ്രമിച്ചപ്പോഴാ അതെന്നെ കടിച്ചേച്ച് പോയത്. കഴിഞ്ഞ 6 കൊല്ലമായി ഈ വീട് കാക്കുന്നവളാണ് ജാൻസി. ഇന്ന് നേരം ഇരുട്ടുന്നതിന് മുമ്പ് ജാൻസി വീട്ടുമുറ്റത്തുണ്ടാവണം. ഇല്ലെങ്കിൽ ഞാൻ ആരാണെന്ന് നീയൊക്കെ അറിയും.